ഒരു വഴിയടഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് 1000 വഴികൾ തുറക്കപ്പെടും. ജീവിതത്തിൽ എത്ര വാതിലുകൾ അടഞ്ഞാലും ദൈവം തുറക്കുന്ന ഒരു വാതിൽ മതി ജീവിതം മുഴുവൻ മാറിമറിയാൻ. ഇന്ന് പറയാൻ പോകുന്നത് അത്തരമൊരു അനുഗ്രഹ സമയത്തിലേക്ക് കടന്നു പോകുന്ന 7 നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഒരുപാട് വർഷങ്ങളായി സങ്കടങ്ങളും ദുരിതങ്ങളും സഹിച്ച് ജീവിക്കുന്നവർ, കടബാധ്യതകളാൽ തളർന്നവർ, സ്വന്തം ആളുകളിൽ നിന്ന് പോലും അപമാനവും അവഗണനയും ഏറ്റുവാങ്ങിയവർ, ഇനിയെങ്കിലും ഒരു നല്ല ദിവസം വരുമോ എന്ന് മനസ്സിൽ ചോദിച്ചവർ, നിങ്ങൾക്കായിരിക്കും ഈ ഒരു വീഡിയോ. ശിവകൃപയാലും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും ശിവകൃപയും ഗണപതിയുടെ വിഘ്നനിവാരണവും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു ശുഭസമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ പ്രവേശിക്കുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? ഇവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? ഇതൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. ഇതൊക്കെയും വ്യക്തമായി നമുക്കറിയാം. ശിവകൃപയും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹവും ഗണപതി ഭഗവാന്റെ വിഘ്നനിവാരണവും ഈ നക്ഷത്ര ജാതകരെ ഒരു വലിയ തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇവരുടെ സകലമാന സങ്കടങ്ങളും മാറിക്കിട്ടുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നു. ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുകയും ചെയ്താൽ ആത്മവിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ കൂടുതൽ പ്രചോദനം ലഭിക്കും. നമുക്കറിയാം ആ ഭാഗ്യത്തിന് മേൽഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെ. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഇനി പതിയെ ചലിക്കാൻ തുടങ്ങും. ധനം ഒരുപാട് വന്നു ചേരും. പല വാതിലുകളും അടഞ്ഞുവെന്ന് കരുതിയ സമയത്താണ് അപ്രതീക്ഷിതമായി പുതിയ അവസരങ്ങൾ എത്തിച്ചേരുന്നത്. തൊഴിൽ മേഖലയിൽ മാറ്റത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ജോലിക്കായി കാത്തിരുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കാം. കുടുംബത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പതിയെ മാറും. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള സമയമാണ്. കടബാധ്യതകൾ തീരുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നു. എല്ലാ രീതിയിലും വരുമാനവും നേട്ടവും ഭാഗ്യവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. എന്നാൽ ഈ സമയം അഹങ്കാരമില്ലാതെ വിനയത്തോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക. ശിവദർശനവും ഗണപതി ഹോമവും നടത്തി പുതിയ തുടക്കങ്ങൾ ആരംഭിച്ചാൽ മനസ്സിന് മനസ്സമാധാനവും പ്രവൃത്തികൾക്ക് വ്യക്തതയും ലഭിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. രണ്ടാമത്തെ ഭാഗ്യമുള്ള ഏറെ വിജയങ്ങൾ നേടുന്ന നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ പുതിയ പ്രകാശമുദിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നു. ധനം ധാരാളം വന്നു ചേരുന്നു. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ യഥാവിധി നടക്കുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നു. പുതിയ ബിസിനസ്സിനൊക്കെ ശ്രമം നടത്തുകയാണെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. സന്താനങ്ങൾക്ക് നേട്ടം വന്നു ചേരും. തൊഴിലിൽ വിജയങ്ങളുണ്ടാകും. വീടുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങൾ നിങ്ങളെ സന്തോഷത്തിൽ കൊണ്ടെത്തിക്കും. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വലിയ ആഗ്രഹം സഫലമാകാനുള്ള സമയമാണ്. ശിവ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ആത്മീയ അനുഭവമാകും ഇത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സാധ്യതകളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വെറുതെ ആയിരുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. തൊഴിൽ, വ്യാപാരം, പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ കാണാം. കടബാധ്യതകൾ കുറയും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സമൂഹത്തിൽ വീണ്ടും അന്തസ്സോടെ നിലകൊള്ളാനും സാഹചര്യം അനുകൂലമാകും.
ഗണപതിയുടെ അനുഗ്രഹം തേടി ഗണപതി ഹോമം നടത്തുകയും തുടർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് പുതിയ തുടക്കങ്ങൾക്ക് ആത്മബലം പകരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഘട്ടമാണിത്. പല മാസങ്ങളിലായി മുടങ്ങിയിരുന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ ഐക്യം വർദ്ധിക്കും. അകന്നുപോയ ചിലർ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക പുരോഗതിയും കൈവരും. ശിവനാമ സ്മരണയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും മനസ്സിന് സമാധാനവും തീരുമാനങ്ങൾക്ക് വ്യക്തതയും നൽകും. ധനം ധാരാളം വന്നു ചേരുന്ന സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അഞ്ചാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്ര ജാതകർക്ക് ദൈവാനുഗ്രഹം ശക്തമായി അനുഭവപ്പെടുന്ന കാലഘട്ടമാണിത്. ധനം ധാരാളം വന്നു ചേരുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. വീടുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ സഫലമാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി കാത്തിരുന്ന തൊഴിൽ മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിച്ചേക്കാം. സാമ്പത്തികമായി ഉറച്ച നിലയിലേക്കെത്താൻ സഹായിക്കുന്ന അവസരങ്ങൾ വരും. വിനയത്തോടെ മുന്നോട്ടു പോവുകയും ശിവക്ഷേത്ര ദർശനം നടത്തി നന്ദി പ്രാർത്ഥന നടത്തുകയും ചെയ്യുക. ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ അത് ആത്മവിശ്വാസം നൽകും. തീർച്ചയായും രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷകൾ വീണ്ടും പൂക്കുന്ന സമയമാണിത്. ജീവിതത്തിൽ നിരാശ മാത്രം കണ്ടിരുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ ഉദിക്കും. പുതിയ പരിചയങ്ങൾ, പുതിയ അവസരങ്ങൾ, പുതിയ ദിശകൾ എന്നിവ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. വിദേശ സാധ്യതകൾ, പുതിയ ജോലി, വ്യാപാര വികസനം എന്നിവയിൽ അനുകൂല വാർത്തകൾ ലഭിക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും വർദ്ധിക്കും. ഗണപതി ഹോമവും ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും നടത്തി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു വഴി അടയുമ്പോൾ അത് അവസാനമല്ല. ദൈവം തുറക്കുന്ന ഒരു വഴി മതി ജീവിതം മുഴുവൻ മാറാൻ. ഈ നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു പുതിയ അധ്യായം ആരംഭിക്കട്ടെ. എല്ലാവരും ഭക്തിയോടും സൽപ്രവർത്തികളോടും മുന്നോട്ട് പോവുക. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കും. ശിവഭക്തർ ഓം നമഃ ശിവായ എന്നും സുബ്രഹ്മണ്യ ഭക്തർ ശരണം സുബ്രഹ്മണ്യ എന്നും ഗണപതി ഭക്തർ ശ്രീ മഹാഗണപതി നമഃ എന്നും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. മറുപടി തരും. നന്ദി, നമസ്കാരം.